നമസ്തേ. രഞ്ജിത്ത് മഹാത്മാ ചൊവാക്കോക്സിയുടെ ഈ വാക്കുകളിൽ നിന്ന് നമുക്കിന്ന് തുടങ്ങാം. ദ പവർ ഓഫ് സെൽഫ് ഡിസിപ്ലിൻ, അതായത് സ്വയം നിയന്ത്രണത്തിൻ്റെ ശക്തി. ശക്തി സ്വതന്ത്രതയിൽ നിന്നല്ല, സ്വയം നിയന്ത്രണത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. തുറന്ന സ്ഥലത്ത് വിടുന്ന നീരാവി കാറ്റിൽ ചിന്നിച്ചിതറി മറയുന്നു. പക്ഷേ അതേ നീരാവി എഞ്ചിനിൽ നിയന്ത്രിച്ചു അതിനെ ഒരു ദിശയിലേക്ക് മാത്രമായി തുറന്നു വിടുമ്പോൾ അതിൻ്റെ ശക്തി മുഴുവൻ ട്രെയിനിനെ മുന്നോട്ട് കുതിപ്പിക്കുന്നു. അതേപോലെ തന്നെയാണ് മനുഷ്യൻ്റെ ഊർജവും. അത് ശാരീരികമോ മാനസികമോ ആത്മീയമോ ആയാലും ഉദ്ദേശമില്ലാത്ത പല ദിശയിലേക്ക് സെപ്പറേറ്റായി ചിന്നിച്ചിതറിപ്പോയാൽ ആ ശക്തി നഷ്ടമാകുന്നു. പക്ഷേ അത് നിയന്ത്രണത്തോടും കൃത്യമായ തീരുമാനത്തോടും കൂടി മുന്നേറിയാൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. സ്വയം നിയന്ത്രണം അടിച്ചമർത്തലല്ല, അത് ദൃഢനിശ്ചയത്തിൻ്റെ കലയാണ്. മനസ്സിനെയും ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്നവൻ അവരുടെ ജീവിതത്തിൻ്റെ എഞ്ചിനെ ഉന്നത ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. The power of self-discipline. The power doesn't come from freedom without direction. It comes from self-discipline and focused energy. Think of steam. When it's released freely into open air, it just disappears. But when the same steam is contained and directed inside an engine, it has the power to move an entire train. Similarly, human energy, physical, emotional, or spiritual, when scattered without purpose, loses strength. But when it is controlled, guided, and channeled towards a goal, it becomes unstoppable power. Self-restriction is not suppression, it is the art of direction. It's how ordinary energy becomes extraordinary force. The one who can master their own mind and desires can move mountains, just like that engine moves the train. Thank you. Namaste. Ranjit from Thrissur.